സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൾക്കാരാണ്, ലോക്കൽ ആൾക്കാരാണ്. നിങ്ങൾക്കുടനെ അവരുടെ അട്രാക്ഷനും ഒരു അഫെക്ഷനും ഒക്കെ തോന്നും. ഈ ഡ്രാമ നമുക്ക് കൂടി അയാളുടെ ഒരു മെഡിക്കൽ തീരുമാനങ്ങൾക്കകത്ത് ഇവർ അടിക്കറി ഇടപെടും. ഈ ക്ലയൻറ്റിനെ ജനുവരി 1-ാം തീയതി അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ വീട്ടുകാർക്ക് കഴിയുന്നില്ല. ഇയാൾ അനുവാദം ചോദിച്ചപ്പോൾ ബ്രദർ അനുവാദം കൊടുത്തു. പ്രശ്നങ്ങളെല്ലാം അവിടെ കൊണ്ട് കഴിഞ്ഞു ഇല്ലേ. ഈ സംഭവത്തിന് ഏറ്റവും ആദ്യത്തെ ബേസ് തുടങ്ങുന്നത് പോൾ പ്രൊഫഷണൽ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 2025 ഏപ്രിലിനകത്ത് ഗ്രോസ് മിസ്കണ്ടക്ട് വെച്ച് ഈ പുള്ളിയെ പിരിച്ചുവിടുന്നു. ആ 20 വർഷത്തെ നേഴ്സ് വെറുതെ സസ്പെൻഷനിലായി. എൻ്റെ പൊന്നു ടീമാണെ വെറുതെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ നിങ്ങളെ ആരെ രക്ഷിക്കാൻ വേണ്ടി ഉദ്ധരിക്കാൻ വേണ്ടി ഇവിടെ വീഡിയോ ചെയ്യുന്നതല്ല. എനിക്ക് വർത്തമാനം പറയാൻ താല്പര്യമുള്ളത്തോളം ഞാൻ ഈ വ്ലോഗ് മുമ്പോട്ട് കൊണ്ടുപോകും. ഹലോ ഫ്രണ്ട്സ്, ഈച്ചയും കൊച്ചിലേക്ക് സ്വാഗതം. ഒരു സംഭവം പറയാൻ വേണ്ടിയാണ്. വീണ്ടും കെയർ സെറ്റിങ്ങിനകത്തെ കഥയാണ്. അതുകൊണ്ട് കെയർമാരായിട്ടുള്ള നേഴ്സുമായിട്ടുള്ള ആൾക്കാർ കാണുകയാണെങ്കിൽ അവർക്കത് ഗുണപ്പെടും. അല്ലാത്ത ആൾക്കാർക്ക് ഇത് ഗുണപ്പെടുന്ന വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഏതൊരു കെയർ ഹോം സെറ്റപ്പ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ സെറ്റപ്പ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ ഇത്രയും വ്യാപകമായിട്ടില്ലെങ്കിലും ഹോസ്പിറ്റലിലും ഇതുണ്ട്. പലരുടെയും അനുഭവങ്ങൾക്കകത്ത് ഞാൻ കേട്ടു തുടങ്ങിയ സംഭവമാണ്. നിങ്ങളങ്ങ് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ ആ രോഗിയായിട്ടൊരു കൂട്ടുണ്ടായി, ആ രോഗി നിങ്ങളെ കെയർ ചെയ്യുന്നു, അവർക്ക് നിങ്ങളോടൊരു മകനെപ്പോലൊരു വാത്സല്യം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അപ്പനെയും അമ്മയും പോലത്തെ അടുപ്പം തോന്നുന്നു, ഒരു മൂത്ത ബ്രദറിനെ പോലെ നിങ്ങളെ ഒരു ട്രീറ്റ് ചെയ്ത് തുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൾക്കാരാണ്, ലോക്കൽ ആൾക്കാരാണ്. നിങ്ങൾക്കുടനെ അവരുടെ അട്രാക്ഷനും ഒരു അഫെക്ഷനും ഒക്കെ തോന്നും. നിങ്ങൾ അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം തരുന്നു, നിങ്ങളുടെ ബർത്ത്ഡേ ഓർത്തിൽ നിങ്ങൾക്ക് കാർഡ് തരുന്നു, നിങ്ങളുടെ മക്കളുടെ സംഭവത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു വിൻ്റർ ക്ലോത്ത് തുന്നി തരുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കൂടി വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളങ്ങ് നിർബന്ധപ്പെടുന്നു. മക്കളെക്കാട്ടിലും നിങ്ങളങ്ങ് നിർബന്ധപ്പെടുന്നു അവരെ ബെറ്ററായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അവർക്ക് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, അവരെ ഞാൻ കുളിപ്പിക്കാൻ പൊക്കോളാം, അവരെ വേറെ ആരും കുളിപ്പിക്കേണ്ട, അവർക്ക് വേണ്ടി എല്ലാ സാധനവും ഞാൻ ചെയ്യും. നമ്മളവർക്ക് ദൈവമേ ആ സാധനം ഉണ്ടെങ്കിൽ പർട്ടിക്കുലർ കെയർ ആ പുള്ളിക്കാരി ഉണ്ടെങ്കിൽ പിന്നെ ഈ പർട്ടിക്കുലർ ഈ പുള്ളിക്കാരൻ്റെ ഈ രോഗിയുടെ കേസ് കിട്ടുന്നത് വേറെ ആരും പോകാനോ ചെയ്യാനോ സമ്മതിക്കില്ല. ഈ പുള്ളിക്കാരി മാത്രമേ പോകൂ. ഈ ഡ്രാമ നമുക്ക് കൂടി അയാളുടെ ഒരു മെഡിക്കൽ തീരുമാനങ്ങൾക്കകത്ത് ഇവർ അടിക്കറി ഇടപെടും. നമ്മളിവരെ നീ ഒരു കെയർ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കെയറിൻ്റെ ഇതിലുള്ള കാര്യങ്ങൾ ബിഹേവ് ചെയ്യും, വെറുതെ അനാവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇടപെടാമെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് ആ വീട്ടുകാരെ നെക്സ്റ്റ് ഓഫ് കിന്നുണ്ട് അവരെ മൂപ്പിച്ചുകൊണ്ട് വരും. ഒരു കാര്യമില്ലാതെ അവരും നമ്മളിതിനെ കൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം ഇവിടെ പറയുന്ന അവരും വിശ്വസിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണും. ഇപ്പം ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് പേഴ്സണൽ റിലേഷൻസ് രോഗിയോട് ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തോ അതിൻ്റെ ലീഗൽ സൈഡ് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് പറയുവാണ്. 2025 ജനുവരി 1 ഇതിൽ പോൾ മക്ഫെയിൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, പോൾ മക്ഫെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടുത്തെ ലോക്കൽ മനുഷ്യനാണ്. ഗ്ലാസ്ഗോയിലെ ലൈഫ് വേസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ കെയറായിട്ട് പുള്ളിക്കാരൻ ജോലി ചെയ്യാണ്. 2018 മുതലേ പുള്ളി ജോലി ചെയ്യുന്നതാണ്. ഇത് 2025, ഈ സംഭവം നടന്നത് 2025. അപ്പോൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആ കമ്പനിക്ക് ആ പുള്ളി എത്രയാണെന്ന് അറിയാം, പുള്ളിക്ക് കമ്പനി അറിയാം, റൂളുകൾ അറിയാം, പോളിസി അറിയാം, എല്ലാം അറിയാം. പ്രശ്നം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഓരോരോ വീടുകൾക്കകത്ത് പോയി നോക്കുന്ന ടൈപ്പിലുള്ള കെയർ ഗ്രൂപ്പാണ്. അതായത് ഹോം കെയർ ആണിത്. ഈ പുള്ളി ഇതുപോലത്തെ ഒരു പർട്ടിക്കുലർ ഒരു ഭിന്നശേഷിയായിട്ടുള്ളൊരു പുള്ളിക്കാരനാണ് ഈ പേഷ്യൻ്റ്, ഈ ക്ലയൻറ്റ്. ഈ ക്ലയൻറ്റിനെ ജനുവരി 1-ാം തീയതി അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ വീട്ടുകാർക്ക് കഴിയുന്നില്ല. അപ്പോൾ പോൾ മക്ഫെയിൽ വലിയ അടുപ്പമാണ് രോഗിയായിട്ട്, വർത്തമാനം പറയുന്നു, അയാളുടെ സങ്കടങ്ങൾ കാണുന്നു. ഇയാളാണെങ്കിൽ ഡിസംബർ സമയം മൊത്തം സങ്കടപ്പെട്ടിരിക്കും, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. ക്രിസ്മസിനോ പോകാൻ പറ്റില്ല, അപ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ജനുവരി പോവും, ന്യൂ ഇയറിന് ഉറപ്പായിട്ടും കൊണ്ടുപോകുന്ന ഓർത്തിരുന്നാണ്, കൊണ്ടുപോകാൻ പറ്റിയില്ല. വീട്ടുകാർക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. അതിൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോൾ മക്ഫെയിൽ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ എന്തായാലും ഡിന്നറുണ്ടല്ലോ, ന്യൂ ഇയർ ഡിന്നർ ഞങ്ങൾ വെക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചു. രോഗിക്ക് ഭയങ്കര സന്തോഷം. വേറൊരു മനുഷ്യൻ പോലത്തെ കൂട്ടുകാരൻ്റെ ആയ സമയമാണ്, ഭയങ്കര സന്തോഷം. പോൾ മക്ഫെയിൽ അതിന് സന്തോഷം. അപ്പോൾ ഇയാളോട് വരുന്നത് കണ്ടപ്പം പുള്ളിക്കാരൻ വളരെ വലിയ വ്യാപകമായ ലെവലിൽ അതിഭീകരമായ ഒരു വിരുന്നായിട്ട് സംഘടിപ്പിച്ച് പുള്ളിയുടെ കൂട്ടുകാരുണ്ട്. പുള്ളിക്ക് വൈഫ്, ഒരു മോള്, പുള്ളിയുടെ ഒരു ഡോഗുണ്ട്. രോഗി വന്ന സംഭവത്തിനകത്ത് കൂടി. അപ്പം ഇതിനകത്ത് പോൾ ആദ്യമേ ചെയ്യുന്നത് ഈ രോഗിയുടെ ബ്രദറുണ്ട്, ബ്രദറിനെ വിളിച്ച് അനുവാദം ചോദിച്ചു, ഞാൻ പുള്ളിയെ ഇങ്ങനെ കൊണ്ടുപോകട്ടെ. പുള്ളിക്കാരന് അതിന് പ്രശ്നമൊന്നും തോന്നിയില്ല. അവർക്കാണിത് ചെയ്യാൻ പറ്റാഞ്ഞ ആൾക്കാർ, ന്യൂ ഇയറിന് കൊണ്ടുപോകാൻ പറ്റാഞ്ഞ ആൾക്കാർ, അവരതിൻ്റെ ഗിൽറ്റ് ഫീലിംഗ് ഇരിക്കുകയാണ്. പക്ഷേ ഇയാൾ അനുവാദം ചോദിച്ചപ്പോൾ ബ്രദർ അനുവാദം കൊടുത്തു. പ്രശ്നങ്ങളെല്ലാം അവിടെ കൊണ്ട് കഴിഞ്ഞു ഇല്ലേ. സ്വാഭാവികമായിട്ടും ഈ പുള്ളിക്കാരൻ ഈ മാനേജ്മെൻറ്റിനെ ഈ വലിയ ഹയർ ലെവൽ മാനേജ്മെൻറ്റ്, ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിനോട് ഈ സംഭവം ചർച്ച ചെയ്തിട്ടില്ല. ഈ പുള്ളിക്കാരൻ ഇവരെയും കൊണ്ട് വീട്ടിൽ പോയി ഡിന്നർ കൂടി ആ വൈകുന്നേരം മൊത്തം ഒരു ഹാപ്പിയായിട്ട് ചിലവഴിച്ചു. വളരെ സേഫായിട്ട് ഈ പുള്ളിക്കാരൻ തിരിച്ച് ഇവരെ വീട്ടിൽ കൊണ്ടാക്കി. ഇപ്പോൾ ഈ രോഗിയെ കൊണ്ട് വീട്ടിലാക്കി. പ്രശ്നങ്ങളൊന്നും നടന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലേ. പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഈ സംഭവം മാനേജ്മെൻറ്റ് അറിയുന്നു. അവരാദ്യമേ ബേസിക്കലി ആയിട്ട് ഈ പോളിനോട് സാധ്യമേ സംസാരിക്കാൻ ശ്രമിക്കുന്നു. പോളിനെ മനസ്സിലാകുന്നില്ല എന്താണ് താൻ ചെയ്ത തെറ്റെന്നുള്ളത്. ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തൊരു ഹ്യൂമാനിറ്റേറിയൻ ആക്റ്റാണിത് അല്ലേ, ഞാൻ കെയറിങ് ആയിട്ട് ഇതൊരു ആക്റ്റാണ്. രോഗിക്ക് കുഴപ്പമില്ല,
രോഗിക്ക് കപ്പാസിറ്റി ഉള്ളതാണ്, രോഗിക്ക് കുഴപ്പമില്ല, കപ്പാസിറ്റി ഉള്ളതെന്ന് പുള്ളി വിചാരിക്കുന്നു കേട്ടോ, അസ്യൂമിങ് ആസ് കപ്പാസിറ്റി. രോഗിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് ഈ പുള്ളി വിചാരിക്കുന്നു, രോഗിയുടെ ഇഷ്ടം പറയുന്നു, ഒരു പ്രശ്നമില്ല, രോഗിക്ക് അത്തരം തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പുള്ളിയുടെ ആർഗ്യുമെൻറ്റ്. ഇനി ഇയാളുടെ ഓൺ ബിഹാഫ് തീരുമാനം എടുക്കേണ്ട ബ്രദറുണ്ട്, ബ്രദറെ വിളിച്ച് ചോദിക്കുന്നു, ബ്രദറിന് ഒരു കുറ്റമില്ല, ബ്രദർ സമ്മതിച്ചാണ്, അയാൾ ഒരിടത്തും ഇപ്പോഴും ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇനി തിരിച്ചു പോയിട്ട് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായോ, എന്തെങ്കിലും അബ്സ്കോണ്ടിങ് ആയോ, പോലീസ് കേസോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായോ, ഒന്നും ഉണ്ടായിട്ടില്ല. രോഗി തിരിച്ചു കഴിഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തോ, ഇല്ല, പിന്നെ എന്തിനാണ് എനിക്കെതിരെ അന്വേഷണം എന്നാണ് ഇയാളുടെ ആർഗ്യുമെൻറ്റ്. ഇനി ഇതിൽ സൈഡിൽ തുടങ്ങുകയാണ്. ഈ സംഭവത്തിന് ഏറ്റവും ആദ്യത്തെ ബേസ് തുടങ്ങുന്നത് പ്രൊഫഷണൽ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ബൗണ്ടറി എന്നൊരു സാധനമുണ്ട്. ഒരു ക്ലയൻ്റ് ആയിരിക്കും, നിങ്ങൾ സർവീസ് പ്രൊവൈഡർ ആയിരിക്കും ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്, അത് ബ്രേക്ക് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ആദ്യത്തെ കൺസെപ്റ്റ്. ഏറ്റവും ബേസിക് ബ്രിക്ക് ഇവിടുന്ന് തുടങ്ങുന്നത്, ആ കട്ട അടർന്ന്. ഇനി ഇയാളുടെ മുകളിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ വന്നേ, ഇത് മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ എത്ര വലിയ തരവുത്തി പറഞ്ഞ സ്നേഹബന്ധമുള്ള ഫ്രണ്ടാണെങ്കിലും നിങ്ങൾ ഈ കമ്പനിയുടെ സ്റ്റാഫായിട്ടാണ് ആ ക്ലയൻറ്റുമായിട്ടുള്ള ബന്ധം അല്ലേ. അപ്പം ആര് ത്രൂ ആണ് വന്നേ അവരെ ആദ്യം അറിയിച്ചിട്ട് ഈ സ്റ്റാഫിൻ്റെ കുപ്പായം കൊണ്ട് ഊരിയിട്ട് വേറൊരു കുപ്പായം എടുത്തിടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കുപ്പായം ഊരിയിട്ട് ഞാൻ അപ്പുറത്തെ വാതിലൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ മുതൽ അവൻ്റെ ഫ്രണ്ട് ആവില്ല. ഞാൻ ഇവനുമായിട്ടുള്ള ബന്ധം ഉണ്ടായിടുന്ന ഈ കമ്പനി വഴിയാണ്. അപ്പോൾ ആ കമ്പനിയെ അറിയിച്ചേ പറ്റൂ. കമ്പനി മാനേജ്മെൻറ്റിനെ അറിയിക്കേണ്ടായിരുന്നു, അറിയിച്ചിട്ടില്ല. ഇനി ഇത് ഒരിടത്ത് എഴുതിയിട്ടില്ല. ഫെയിലിയർ ടു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. അതായത് ഈ പറഞ്ഞ വസ്തു ഒരിടത്ത് എഴുതണം, ഞാനിങ്ങനൊരു സംഭവം ചെയ്തു, തിരിച്ചു വന്നു, എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ ചെയ്തു, അവരുടെ ആക്ഷൻസ് എന്തായിരുന്നു, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്, ഇവിടെ ഉണ്ടായത്, തിരിച്ചു വന്നിട്ട് എന്തൊക്കെയാണ് തിരിച്ചു കിട്ടിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ റിവ്യൂസ് എന്നൊക്കെ നമുക്ക് എഴുതേണ്ട ഒരു സംഭവമുണ്ട്, ഇവാലുവേഷൻസ് എഴുതേണ്ട സംഭവമുണ്ട്. ഇങ്ങനൊരു സംഭവം ഒരിടത്തുമില്ല, ഡോക്യുമെൻ്റ് ചെയ്തിട്ടേയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഒഫീഷ്യലി ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റുന്ന വസ്തുവല്ല. ഞാൻ കെയറായിട്ട് പുള്ളിയുടെ ബോൾ പറയുന്ന ആർഗ്യുമെൻ്റ് ഇതാണ്, ഞാൻ ഇവരുടെ കെയറായിട്ട് വന്നിട്ടല്ല ഇയാളെ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയത്. ഐ ആം ഹിസ് ഫ്രണ്ട്. ഞാൻ അവൻ്റെ ഫ്രണ്ടായിട്ട് വന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് അവനെ ഡിന്നറിന് ശ്രമിച്ചു, ഞാൻ എടുത്ത് കൊണ്ടുപോയി. അതിന് എവിടെയാണ് ഞാൻ എഴുതേണ്ടത്? സത്യമാണ്, അവൻ ഫ്രണ്ട് മാത്രമായിരുന്നെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല. പക്ഷെ അവൻ ഫ്രണ്ടാണോ? അല്ല. അവൻ ആദ്യമേ ഈ പറഞ്ഞ റിലേഷൻ തുടങ്ങുന്നത് ഒരു കെയറായിട്ടാണ്. അപ്പോൾ അവൻ എന്ത് തന്നെ കാണിച്ചാലും, എന്ത് വലിയ വില കൂടിയ, എന്ത് മണ്ടത്തരം, എന്ത് വലിയ അടുപ്പം കാണിച്ചാലും, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു, ഇയാൾക്ക് വേണ്ടി ആമസോണിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇയാളുടെ പൈസ വെച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്നു, എന്തുവാണെങ്കിലും അതവിടെ എഴുതണം. ഇറ്റ് ഹാസ് ടു ബി ഡോക്യുമെൻറ്റഡ്. ഇനി ഏറ്റവും വലിയ ടെസ്റ്റ് വരുന്നത് ഈ രോഗിയുടെ, ഈ ക്ലയൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഗാർഡിയൻഷിപ്പ് ഉണ്ട്. അത് നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ ഗാർഡിയൻഷിപ്പ് LPO എന്ന് പറഞ്ഞ സെറ്റപ്പിലോട്ട് പോകുന്ന വസ്തു, ഇത് ചേഞ്ച് ആയത് ഇയാൾ അറിഞ്ഞില്ല. അത് ഈ ബ്രദറിൻ്റെ ഗാർഡിയൻഷിപ്പ് ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞായിരുന്നു. അത് കുറച്ച് ദിവസങ്ങളെയാണ് അത് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവർക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റിയത്. അവർ തേങ്ങ വെച്ച് കയ്യാലപ്പുറത്തെ തേങ്ങ പോലിടുന്നത്. ബേസിക്കലി ആ ഗാർഡിയൻഷിപ്പ് ഇയാളെ നഷ്ടപ്പെട്ടാലും അയാളുടെ മുകളിലാണെന്ന് ഈ ബ്രദർ അസ്യൂം ചെയ്യുന്നു. ബ്രദറിന് അതിൻ്റെ നിയമത്തിനകത്ത് അത്രയും പരിജ്ഞാനമില്ലാത്തതിന് പുള്ളി ചിന്തിക്കുന്നു, ഇതിപ്പോൾ ഞാൻ വീണ്ടും അടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഐ ആം വെയിറ്റിംഗ് എന്നുള്ള മോഡാണ് പുള്ളി ഇരിക്കുന്നത്. പക്ഷേ അത് ഈ ബ്രദർ ഇയാളോട് പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള ഗാർഡിയൻഷിപ്പ്, ബ്രദറിൻ്റെ ഗാർഡിയൻഷിപ്പ് മാറിയെന്നുള്ളത് പോൾ അറിയുന്നില്ല. പോളിൻ്റെ വിചാരം ബ്രദറിനോട് നെക്സ്റ്റ് ഓഫ് കിനോട് അനുവാദം ചോദിക്കണം, അനുവാദം ചോദിച്ചു, അനുവാദം കിട്ടിപ്പോയി. പക്ഷേ ഇങ്ങനത്തെ ഗാർഡിയൻഷിപ്പ് ക്യാൻസലായി കഴിഞ്ഞാൽ ബൈ ലോ ആ ഗാർഡിയൻഷിപ്പ് ഒഫീഷ്യലി അവിടുത്തെ ലോക്കൽ അതോറിറ്റിയിലേക്ക് മാറും. ഇല്ലേ? നിങ്ങൾക്ക് നിയമം അറിയുന്നവർക്കറിയാം. പിന്നെ അയാളുടെ ഗാർഡിയൻഷിപ്പിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളല്ല ഗാർഡിയൻ. ഏതൊക്കെ റൂള് പറഞ്ഞാൽ അയാളല്ല ഗാർഡിയൻ. ആ ഗാർഡിയൻഷിപ്പ് ഗവൺമെൻറ്റിനായി. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പിള്ളേരുടെ ശരിക്കുമുള്ള ഉത്തരവാദി, അതിൻ്റെ യഥാർത്ഥ ഉടമകളാരാണ്? ഗവൺമെൻറ്റാണ്. കിഡ്സ് ആർ സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി, എൽഡേഴ്സ് ആർ സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി. സ്റ്റേറ്റാണ് ഉടമ, മാതാപിതാക്കളല്ല അവരുടെ ഉടമകൾ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാൻ വേണ്ടി അതുകൊണ്ട് വാചകം എടുത്തിട്ടേ ഉള്ളൂ. ഇതാണ് ബേസിക്കലി ഇവിടുത്തെ വൾണറബിൾ ആയിട്ടുള്ള എല്ലാ അഡൽട്ടിനെയും കാര്യം സംഭവിക്കുന്നത്. നിങ്ങൾ വൾണറബിൾ അഡൽട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആക്ടിങ് ബിഹാഫ് ഓഫ് ദം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈ സംഭവം, ഈ ഗാർഡിയൻഷിപ്പ് വാങ്ങിക്കാം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. ലോക്കൽ അതോറിറ്റി അറിയിച്ചായിരുന്നു? ഇയാൾക്ക് ആ നിയമമേ അറിയത്തില്ല. ലോക്കൽ അതോറിറ്റി അറിയിച്ചോ? ഇല്ല. സ്വാഭാവികമായിട്ടും ഇതങ്ങനെ ആ റൂളിനകത്ത് ബ്രേക്ക് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും 2025 ഏപ്രിലിനകത്ത് ഗ്രോസ് മിസ്കണ്ടക്ട് വെച്ച് ഈ പുള്ളിയെ പിരിച്ചുവിടുന്നു. തിരിച്ച് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ അപ്പോളജൈസ് ചെയ്യുമോ, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട സംഭവമായിരുന്നു. പുള്ളി അത് ചെയ്തില്ല. പുള്ളി തിരിച്ച് ആർഗ്യൂ ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ പുള്ളിയെ പിരിച്ചുവിടുന്നു. അപ്പോൾ ഉടനെ പുള്ളിയുടെ ഈഗോ കയറി കത്തി. പുള്ളി ഉടനെ തീരുമാനിക്കുന്നു, എന്നാൽ ഈ സംഭവം ട്രിബ്യൂണലിന് പോകട്ടെ. അപ്പോൾ ഉടനെ ഈ പുള്ളിയെ പിരിച്ചു വിട്ടത് അന്യായമായിട്ടാണ് കാണിച്ചുകൊണ്ട് 2025 തന്നെ പുള്ളി ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. എൻ്റെ പിരിച്ചുവിടൽ അന്യായമാണ്, എനിക്ക് നീതി കിട്ടണം. അപ്പം ഗ്ലാസ്ഗോ എംപ്ലോയ്മെൻറ്റ് ട്രിബ്യൂണലിനാണ് സമീപിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആർഗ്യുമെൻറ്റ് മൊത്തം ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമാണ്, ഞാൻ ഒരിക്കലും മോശമായിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല, മൈ ഇൻറ്റൻഷൻ വാസ് ഗുഡ്, മൈ ആക്ട് വാസ് റൈറ്റ്, ആൻഡ് നൗ ഓൺ അൺഫെയർ ഗ്രൗണ്ട്സ് ഐ ആം
ബീങ് സാക്ഡ്. അപ്പോൾ അത് അൺഫെയർ ആണെന്നുള്ളതാണ് പുള്ളിയുടെ പോയിൻറ്റ്. പുള്ളി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിൻ്റ് ഇതാണ്. എംപ്ലോയ്മെൻറ്റ് ജഡ്ജി മ്യൂറിയൽ റോബിൻസൺ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണ്. പുള്ളി ഇത് മൊത്തം കേട്ടു. ഒരു അന്നത്തെ വിവാദമായില്ലെങ്കിലും ഒത്തിരി പേർക്ക് കണ്ണ് തുറപ്പിച്ചൊരു വിധിയായിരുന്നു ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഈ വിധി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. 2026 ഈ വിധി വന്നിരിക്കുന്നത്. ഈ പുള്ളിയുടെ ആ ജഡ്ജി കാണേണ്ട വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, പുള്ളി പറഞ്ഞ ആസ് എ ഹ്യൂമൻ, ആസ് എ ഫ്രണ്ട്, പുള്ളി പറഞ്ഞ പോയിൻറ്റുകളൊക്കെ കറക്റ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു തൊഴിലുടമയുടെ കീഴിൽ പണിയെടുക്കുന്ന ആളാണ്. നിങ്ങളും ഇയാളും നമ്മുടെ റിലേഷൻ ഒരു തൊഴിലുടമയുടെ കീഴിൽ പണിയെടുത്ത ആളായിട്ടാണ്. അപ്പോൾ ഒരു തൊഴിലുടമ അയാളുടെ ജോബിനോട് സംബന്ധിക്കുന്ന പോളിസിയുടെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഈ പിരിച്ചുവിടലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കെയർ മേഖല, ജീവനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കെയർ മേഖലയ്ക്കകത്ത് സുരക്ഷയ്ക്കും നിയമങ്ങൾക്കുമാണ് മുൻഗണന. നിങ്ങളുടെ ഇമോഷൻസിനോ നിങ്ങളുടെ കെയറിനോ അല്ല, നിങ്ങളുടെ ഹ്യൂമാനിറ്റേറിയൻ ജഡ്ജ്മെൻറ്റുകൾക്കല്ല. എന്താണോ പോളിസി ആ പോളിസി ഫോളോ ചെയ്യുക. അതിനുവേണ്ടിയാണ് ആ പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാളുടെ എക്സാമ്പിൾ കൊണ്ടല്ല ഒരു പോളിസി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, ഒത്തിരിയേറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. സോ വാട്ട് സ്റ്റാൻഡ്സ് ബെസ്റ്റ്? നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ഇഷ്ടങ്ങളുമാണോ അതോ നിങ്ങളുടെ പോളിസിയാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിസിയാണ് ബെറ്റർ. അത്ര ഉത്തരം കഴിഞ്ഞു. അതുകൊണ്ടാണ് പാലിയേറ്റീവ് കെയറിനകത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രോഗിയുടെ കെയറിനകത്തായിക്കോട്ടെ, രോഗി ചിലപ്പോൾ കാല് പിടിച്ച് കരയുന്നുണ്ടായിരിക്കും, പ്ലീസ് എനിക്ക് നോർമൽ ഫുഡ് തരൂ, എനിക്കിത് വേണ്ട. അപ്പോൾ ഉടനെ ആരും കാണാതെ ഞാൻ നോർമൽ ഫുഡ് കൊടുത്താൽ അത് അവരെ ചോക്ക് ചെയ്ത് കൊല്ലുവാണ്. എന്തുകൊണ്ടാണ് പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്? അതത് കൊടുക്കരുത്. അത് അസസ് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അസസ് ചെയ്തിട്ടാണ് അവരെ ആ തിഗ്നറിലോട്ട് മാറ്റിയിരിക്കുന്നത്. അല്ലെ അവർക്ക് ആ പർട്ടിക്കുലർ കൺസിസ്റ്റൻസിലുള്ള ഫുഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. രോഗി നമ്മൾ അടുപ്പം കൊണ്ട് നിങ്ങൾ അവർക്ക് നോർമൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചോക്ക് ചെയ്തകത്ത് പോയാൽ നിങ്ങളുടെ ജോലി പോയി. വഴിതിരിക്കുന്നതാണ് ജോലിയിൽ പോകുന്നത്, നിങ്ങളുടെ ജോലി പോയി. നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ അവരോടുള്ള താല്പര്യമോ അവരുടെ ഇഷ്ടങ്ങളുള്ള നിങ്ങളുടെ അറിവോ അല്ല നിങ്ങളെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കണ്ടേ. കമ്പനിയുടെ പോളിസി എന്തുവാണോ അത് മാത്രം ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇൻചാർജ് ആരാണോ അവരെഴുതി വെച്ച കെയർ പ്ലാൻ മാത്രം ഫോളോ ചെയ്യുക. അതിനപ്പുറം വേറെ ചർച്ചകൾ വേണ്ട. നിങ്ങൾക്ക് കൺസേൺസ് പറയാം, സജഷൻസ് പറയാം, റെക്കമെൻഡ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ ചോദിക്കാം. അവരാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എന്താണോ അത് ഫോളോ ചെയ്യുക. അല്ലാതെ നീ ആരാടി 23 വയസ്സുള്ള നീയാണ് എന്നെ പഠിപ്പിക്കുന്നത്, എനിക്ക് 20 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് കെയറിനകത്ത്, അല്ലെങ്കിൽ നേഴ്സായിട്ട് ഞാൻ 20 വർഷത്തെ പ്രാക്ടീസുള്ള വ്യക്തിയാണ്. അങ്ങനെയുണ്ട് കേട്ടോ. 2 നേഴ്സുമാർ തമ്മിലടിക്കും. എനിക്ക് ഇത് തീരുമാനം എടുക്കും ഞാൻ, നീ പറഞ്ഞ പുതിയ തീരുമാനമൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അടിക്കുന്ന കേസ് കിട്ടുമുണ്ട്. പ്രശ്നം കിടക്കുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം എന്തുകൊണ്ട് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനകത്ത് ഈ പർട്ടിക്കുലർ നേഴ്സ്, ഈ പ്രായം കുറഞ്ഞ നേഴ്സ്, ഇപ്പോൾ വന്ന നേഴ്സ്, അവളിങ്ങനൊരു തീരുമാനം എടുത്തു. 20 വർഷം പ്രായമുള്ള നേഴ്സ് ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറെ തീരുമാനം ഈഗോ പുറത്തെടുത്തു എന്ന് വരും. വെറും ഈഗോ, വേറെ ഒന്നുമില്ല. ആ രോഗിക്ക് ബെറ്ററായിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടി അല്ല ചെയ്തത്, ബെസ്റ്റ് ബെനിഫിറ്റ് കൊടുത്തതല്ല. ആണോ? അല്ല. ആ നേഴ്സിന് കുഞ്ഞു നേഴ്സ് പറഞ്ഞ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാത്രം ഇങ്ങനൊരു തീരുമാനം എടുത്തു. മറ്റേ നേഴ്സിനെ എഴുതി പ്രൂവ് ചെയ്യാനുള്ള കഴിവുകൊണ്ടെന്ന് വെച്ചു ഈ കുഞ്ഞു നേഴ്സിന്. അതുണ്ടാകും കേട്ടോ, സ്വാഭാവികമായിട്ട് അങ്ങനെ. അവളെ ഈ മറ്റേതൊക്കെ വെച്ച് അവൾ എഴുതിയൊരു വൃത്തിയായിട്ട് സാധനം കൊണ്ടിറക്കി. എന്നോടുള്ള ഈഗോയും കൊണ്ട് മാത്രം ഇങ്ങനൊരു റോങ് ജഡ്ജ്മെൻറ്റിനകത്ത് ഇങ്ങനൊരു സംഭവം ചെയ്തു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനൊരു എൻവയൺമെൻറ്റിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതെന്നെ ടാർഗറ്റ് ചെയ്യും, ബുള്ളി ചെയ്യുകയാണെന്ന് പറഞ്ഞ് സാധനം കൊണ്ടിറക്കി കൊണ്ട് കൊടുത്തു. കയ്യിൽ നിന്ന് പോയി. ആ 20 വർഷത്തെ നേഴ്സ് വെറുതെ സസ്പെൻഷനിലായി. ഇവിടെ വർക്ക് ചെയ്യുന്ന കെയർമാരുടെ നേഴ്സുമാരോട് എനിക്ക് ആകെ പറയാനുള്ളത്, ഇതിനിടയ്ക്ക് വേറൊരു ഷോ ഞാൻ കാണുന്നുണ്ട്, മലയാളിയുടെ രക്ഷകർ വിരുന്ന് കുറേ സാധനമൊക്കെ എൻ്റെ ഈ കമൻറ്റ് ബോക്സിനകത്ത് കാണുന്നുണ്ട്. എൻ്റെ പൊന്നിട്ട് ഇവിടെ വെറുതെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ നിങ്ങളെ ആരും രക്ഷിക്കാൻ വേണ്ടി ഉദ്ധരിക്കാൻ വേണ്ടി ഇവിടെ വീഡിയോ ചെയ്യുന്നതല്ല. എനിക്കറിയുന്ന ഫീൽഡ് ഇതാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന എനിക്കറിയുന്ന ഫീൽഡ് ഇതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നു. ഒത്തിരിയേറെ ആൾക്കാർ ഇത്തരം അനുഭവങ്ങൾ പറഞ്ഞത് നല്ലതാണ്, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എരിയും പൊടിയുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ ഇഷ്ടംപോലെ കഥകൾ. ഞാനൊരു 40 വയസ്സ് മിച്ചമുള്ള വ്യക്തിയാണ്. എൻ്റെ കമ്മ്യൂണിറ്റിക്കകത്തും എൻ്റെ മുമ്പിലുള്ള സീനിയേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിക്കകത്തും നിങ്ങളൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതിലുള്ള അളിഞ്ഞ കഥകളും അളിഞ്ഞ അവിഹിതവും അളിഞ്ഞ മസാല കഥകളും ചവറോലും ഇവിടെ ഉണ്ട്. അതായത് റീച്ചിന് വേണ്ടിയും ഡോളറിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ എനിക്കിത് ഇഷ്ടംപോലെ ഇട്ട് ഓടിക്കാൻ പറ്റും. വെറുതെ വളവളാന്നിരുന്ന് ഈ പറഞ്ഞ പോലെ പല വീഡിയോകൾക്കകത്തും പലന്മാരും പറയുന്ന പോലത്തെ പല കഥകൾ വിട്ടിരിക്കുക സാധനം അലക്കാൻ പറ്റും, നല്ല റീച്ചും കിട്ടും. കുടുംബകഥ എടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ ഓഡിയോ വീഡിയോകൾ കുടുംബത്തിനകത്ത് എന്തുകൊണ്ട് ശിഥിലത ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് എന്ത് തേങ്ങ പറഞ്ഞാലും ഈ ചാനലിനകത്ത് ഓടും. ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഐ ആം ട്രൈങ് ടു ബി ടോക്കറ്റീവ്. എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി നുണക്കഥ പറഞ്ഞുണ്ടാക്കുക, എരിവും പുള്ളിയുടെ കഥ ഇട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ക്യാരക്ടറായിട്ട് മാറാൻ ശ്രമിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഇത്തവണ. കാരണം മലയാളിയുടെ രക്ഷകരെന്ന് പറഞ്ഞ സംഭവം നന്നായിട്ടാണോ മോശമായിട്ടാണോ പറഞ്ഞ് എനിക്കറിയത്തില്ല. അങ്ങനെ ടൈറ്റിലിൻ്റെ ആവശ്യമില്ലെന്ന് പറയുക. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. എനിക്ക് വർത്തമാനം പറയാൻ താല്പര്യമുള്ളിടത്തോളം ഞാൻ ഈ ബ്ലോഗ് മുമ്പോട്ട് കൊണ്ടുപോകും. എന്ന് എനിക്കിതിനകത്ത് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നു അന്ന് ഇവിടെ ഒരു പുല്ല് ഇനി വരത്തില്ല. അത്രയേ ഉള്ളൂ, വേറെ ചർച്ചയൊന്നുമില്ല ഇവിടെ.
നേഴ്സുമാരുടെ കെയർമാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് സഹാനുഭൂതിയാകാം, പേഴ്സണൽ ബന്ധങ്ങളായിട്ട് അടുപ്പപരമായിട്ട് കൂടുതൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് നിങ്ങളോട് പലരോട് ഫീൽ ചെയ്യാം. അമിതമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം, ഞാൻ മുജ്ജന്മ സുഹൃത്തും മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയുമ്പോഴത്തെ അടുപ്പം നിങ്ങൾക്ക് പലരോടും തോന്നാം. എന്തും ആയിക്കോട്ടെ, പക്ഷേ പ്രൊഫഷണൽ ബൗണ്ടറീസ് എന്നൊരു സാധനം മറന്നു പോരുത്. അതിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളതിന് അതീതരല്ല. എത്ര വലിയ ബന്ധം സ്ഥാപിച്ചാലും, എത്ര വലിയ ബന്ധം അവർ നിങ്ങൾ ഇങ്ങോട്ട് തന്നാലും, അവർ നിങ്ങൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ചെയ്ത് തന്നാലും, ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അവരുടെ പൈസ അവരുടേതാണ്, അവരുടെ പേഴ്സണൽ സ്പേസ് അവരുടേതാണ്, അവരുടെ വീടും അവരുടെ വീട്ടുകാരും അവരുടേതാണ്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ അടുപ്പം കാണിച്ചാലും നിങ്ങൾക്കൊരിക്കലും അവർ ജനിക്കാതെ പോയ അമ്മയോ ജനിക്കാതെ പോയ ചേട്ടനോ ആകത്തില്ല. ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കുക. എത്രമാത്രം നിങ്ങൾ കോറിലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അതാകത്തില്ല. നിങ്ങളൊരു സർവീസ് പ്രൊവൈഡറുടെ ഭാഗമായിട്ടുള്ള സ്റ്റാഫും അവരുടെ ക്ലയൻറ്റുമാണ്. അങ്ങനെയാണ് ലോ. അതിനകത്ത് ചർച്ചയില്ല. പ്രൊഫഷണൽ ബൗണ്ടറീസ് മറന്നു പോകരുത്. അതുപോലെ അധികാര പരിധി, നിങ്ങളറിയുക നിങ്ങളുടെ ലൈൻ എവിടെയാണെന്നുള്ളത്. ഈ സംഭവത്തിനകത്ത് ഈ പറഞ്ഞ ബന്ധുക്കളുടെ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ട് പോലും ഈ പുള്ളി പെട്ടുപോകാനുള്ള കാരണം ആ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. ബൈ ലോ ഈ ഗാർഡിയൻഷിപ്പ് ക്യാൻസലായിട്ട് ഈ പറഞ്ഞ പോലെ തിരിച്ച് ലോക്കൽ അതോറിറ്റിക്ക് പോകുന്ന പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് വല്ല നിർബന്ധമുണ്ട് അറിയണമെന്ന്. പോട്ടെ, ഇവിടുത്തെ എത്ര നേഴ്സുമാർക്ക് അറിയാം ഡോൾസിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുടെ ഡോൾസ് ക്യാൻസലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോൾസിൻ്റെ തീരുമാനം വരാതിരിക്കുന്നിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എത്ര നേഴ്സുമാർക്ക് അറിയാം? മാനേജർമാരുടെ ആരും പോയി ചോദിക്കുന്നുണ്ടോ? ഇനി ഡോൾസ് എക്സ്പയർ ആയിപ്പോയി ആ പുള്ളിക്ക് ഉണ്ടാകുന്ന അപകടത്തിൻ്റെ ഉത്തരവാദിത്വം കോർട്ടിനകത്ത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന എത്ര നേഴ്സുമാർക്ക് അറിയാം? അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ നേഴ്സാണ് അൾട്ടിമേറ്റ് അറിവുകാരിയെന്ന്. ചുമ്മാതാ. ഇതൊക്കെ ലോയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൂരിഭാഗം നേഴ്സുമാർക്കും അറിയത്തില്ല. പിന്നെ മാനേജ്മെൻറ്റ് ഇത്തരം എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും രേഖാമൂലമായിട്ടുള്ള അനുമതി വാങ്ങുക. റിട്ടേൺ എവിഡൻസ് ഇല്ലാത്ത വസ്തു നടന്നിട്ടില്ല കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ് ചർച്ചയില്ല. നിങ്ങൾ എത്ര വലിയ കുതിര സംഭവം ചെയ്തിട്ട് കഥ പറഞ്ഞു വെച്ചാലും അത് എഴുതിയിട്ടില്ലെങ്കിൽ അത് നടന്നിട്ടില്ല. ഇത് പല വീഡിയോകൾക്കകത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ എന്ത് ആക്ഷനകത്തും ഇത് വാലിഡ് പോയിൻ്റാണ്. റിട്ടേൺ ആയിട്ടുള്ള അനുമതികൾ വേണം, റിട്ടേൺ ആയിട്ടുള്ള എവിഡൻസുകൾ വേണം. പിന്നെ ലോക്കൽ ഗാർഡിയൻ ആരാണെന്ന് ദയവ് ചെയ്ത് ഉറപ്പ് വരുത്തുക. ചില ആൾക്കാർ വന്ന് ഘോരം മക്കളൊക്കെ വന്ന് നിന്ന് പ്രസംഗിക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കൊടുക്കണം, മറ്റേ കൊടുക്കണം. അമ്മയാണെ മോളെ പേടിച്ചാണ് അവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പേടിയാണ് മോട് മിണ്ടാൻ. അവിടെ തുള്ളൽ കഴിയുമ്പോൾ ഒന്ന് ചോദിക്കുക, നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ടോ? ഹെൽത്ത് ആൻഡ് വെൽഫെയറിൻ്റെ പവർ ഓഫ് അറ്റോർണി ഉണ്ടോ? ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. ഈ കെയർ സെറ്റിനകത്ത് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ടോ? അവർക്കൊരു തേങ്ങ കാണത്തില്ല. അവർ പറയുന്ന വാചകമല്ല കേൾക്കണ്ടേ, അതിൻ്റെ ബൈ ലോ പേപ്പർ കാണണം. ആ പേപ്പർ കോപ്പി അയച്ചു തരാൻ പറയാം. ആ കോപ്പി കണ്ടിട്ട് മാത്രമല്ല, അത് ലീഗലി കൊണ്ട് കാണിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇവരുടെ വാക്കും കേട്ടുകൊണ്ട് ഈ പറഞ്ഞ പുള്ളിക്കാരിക്ക് വേണ്ടി അവർ പറയുന്നവരെ മെഡിക്കേഷൻ കൊടുക്കുകയും അവർ പറഞ്ഞ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പെടും. ഇനി ഇത്രയും സംഭവം കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ഞാൻ പറഞ്ഞു. സ്ഥാപനത്തിൻ്റെ പോളിസികൾ ദയവ് ചെയ്ത് അത് പൊട്ടനായിട്ട്, പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ ഒരു അക്കൗണ്ട് എടുക്കുമ്പോഴത്തേനും യെസ് എന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല പോളിസികൾക്കൊരു അർത്ഥമുണ്ട്. അവർക്ക് വെറുതെ കാശ് കൊടുത്തിടത്തുനിന്ന് വാങ്ങിച്ചു വെച്ചതല്ലത്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന്, അവർക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്ത ഗൈഡൻസാണ് പോളിസികൾ വായിച്ച് നോക്കുക. നിങ്ങൾക്കൊരു പുതിയ മെഡിക്കേഷൻ വരുന്നു, ആ മെഡിക്കേഷൻ ഷെഡ്യൂൾ ഡ്രഗ് അല്ല, പക്ഷേ ഷെഡ്യൂൾ ഡ്രഗ് ഡീൽ ചെയ്യണമെന്ന് നിങ്ങളുടെ കമ്പനി തീരുമാനിക്കുന്നു. രണ്ടുപേരും ഡബിൾ സൈൻ ചെയ്യണം. എന്തുകൊണ്ട് എന്നുള്ളതിനൊരു പോളിസി കാണും നിങ്ങളുടെ സ്ഥാപനത്തിന്. അന്നേരം ആ സ്ഥാപനത്തിന് മെഡിക്കേഷൻ പോളിസി എടുത്ത് വായിച്ച് നോക്കുക, എന്തുകൊണ്ട് ഇന്ന പർട്ടിക്കുലർ മെഡിക്കേഷൻ ഡബിൾ സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയും ഏത് ഗൈഡൻസ് വെച്ചാണ് അവർ ആ തീരുമാനം എടുത്തത്. ഡൈസ് ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ, NHSൻ്റെ വേറെ ആയിക്കോട്ടെ, എന്തെങ്കിലും വസ്തു വെച്ചിട്ടാണ് അവർ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലേ അവർ തീരുമാനിക്കുന്നു അതിലൊരു അബ്യൂസ് ഉണ്ടായി. അതിൻ്റെ ഹിസ്റ്ററിയും കഥയൊന്നും നോട്ട് ബുക്ക് പോലെ വായിക്കാൻ പോളിസിക്കകത്ത് പറ്റത്തില്ല. പക്ഷേ എന്താണ് ആ പോളിസിക്കകത്ത് ആ പർട്ടിക്കുലർ ഡ്രഗിനെ കുറിച്ച് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. അതിനും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അന്നേരം നിങ്ങളുടെ ക്വാളിറ്റി അനലിസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ ഡയറക്ടർ മാനേജർ ത്രൂ നിങ്ങൾ കണ്ടുപിടിക്കുക, അവരോട് സംസാരിക്കുക. എന്താണ് ഈ സംഭവത്തിൽ ഞങ്ങളുടെ പോളിസി എന്താണ്, ഹോമിൻ്റെ പോളിസി എന്താണോ അത് ചെയ്യാം. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രഗാബിലിൻ, ട്രമഡോൾ പോലത്തെ മെഡിക്കേഷൻസ് ഡബിൾ സൈൻ ചെയ്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. എന്നാൽ ചില ഹോമുകൾക്ക് അങ്ങനെ പ്രശ്നമില്ല, സിംഗിളായിട്ട് കൊടുക്കാം. അതായത് CD ഡ്രഗ് ഡീൽ ചെയ്യുന്നവർ തന്നെ വേറെ പല ഡ്രഗും ഇങ്ങനെ ഡീൽ ചെയ്യപ്പെടാറുണ്ട്. അത് ആ ഹോമിൻ്റെ പോളിസി വെച്ചാൽ, ഹോമിൻ്റെ പോളിസി എങ്ങനെ ഡിഫർ ചെയ്യപ്പെടുന്നു പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഉദാഹരണം ഇട്ടതേ ഉള്ളൂ. സ്ഥാപനത്തിൻ്റെ പോളിസികൾ ആദ്യമേ സ്വയം അറിയാൻ മാർഗ്ഗമില്ലെങ്കിൽ ആ പോളിസികളുടെ ബുക്ക്ലെറ്റുകൾ മിക്കയിടത്തിരിപ്പുണ്ട്, അത് വായിച്ച് നോക്കുക. ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴെങ്കിലും അതിനെക്കുറിച്ച് വായിച്ച് നോക്കുക. ഇനി ഈ പറഞ്ഞ പോളിസികളൊന്നും അത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയണം. മാനേജ്മെൻറ്റ് അനുവാദത്തോടെ നിങ്ങൾ ഈ പറഞ്ഞ പുള്ളിക്കാരനെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു. ഇപ്പോൾ മെക്ഫെയിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ്, പുള്ളി വീട്ടിൽ കൊണ്ടുപോകാൻ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട സംഭവം ഒരു ജനറൽ റിസ്ക് അസസ്മെൻ്റാണ്. ഇയാളെ വീട്ടിൽ കൊണ്ടുപോയാൽ ആ വീടിൻ്റെ എൻവയൺമെൻറ്റിന് അനുസരിച്ച് ഇയാൾക്കുണ്ടാകുന്ന റിസ്ക്കുകൾ എന്തൊക്കെ, ഇവിടുന്ന് അയാളെ കൊണ്ട് പോകുമ്പോൾ വെളിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക്കുകളുണ്ട്, തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇയാൾ ഓൾറെഡി ടയേർഡായിരിക്കും, സ്ലീപ്പി ആയിരിക്കും, പുള്ളിക്ക് ഇത്ര നേരത്തെ ഹാർഡ് ഡേ കഴിഞ്ഞ് പോവാണ്, ഹെക്ടിക് ഡേ കഴിഞ്ഞ് പോവാണ്, അപ്പോൾ എന്തൊക്കെ റിസ്ക്കുകൾ ഉണ്ടാകാം, വീൽ ചെയറിൽ കൊണ്ടുവരുന്നുള്ള റിസ്ക്കുകൾ എന്തൊക്കെ. ഇങ്ങനെ റിസ്ക് അസസ്മെൻറ്റ് ആദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആക്ഷൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ മീറ്റ് ചെയ്യാനാണ്
ആൾബലം നമുക്കുണ്ടോ, അതായത് ഈ പോൾ മാത്രം വിചാരിച്ചാൽ മതിയോ, അതോ പോളിൻ്റെ കൊടുത്ത് വേറൊരു കെയറോടെ പോകണോ എന്നൊക്കെ ആദ്യമേ അസസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ പറഞ്ഞ വെളിയിലോട്ട് ഈ സംഭവത്തിനകത്ത് നമ്മൾ അനുവാദം കൊടുക്കത്തുള്ളൂ. അതൊന്നും ഉള്ള ഇട കിട്ടിയില്ല. മാനവനെ അറിയിച്ചാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും, അതിനുള്ള ഇട കിട്ടിയില്ല. പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ കോടതി നിരീക്ഷിച്ചത് പറഞ്ഞതേ ഉള്ളൂ. ഇനി കൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അതായത് എൻ്റെ പ്രൊഫഷണൽ എനിക്ക് കുറേ പേഴ്സണൽ ഇൻട്രസ്റ്റുകളുണ്ട്, അതിനെ ഓപ്പോസിറ്റായിട്ട് ഹിൻഡർ ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് കമ്പനി താല്പര്യങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ 12 മണിക്ക് ഫുഡ് കൊടുക്കണം, 12 മണിക്ക് അതിനെ കൊടുത്തേ പറ്റൂ. പക്ഷേ ഞാൻ പറയുവാണ് ആ പുള്ളിക്കാരന് 12 മണിക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യം, പുള്ളിക്ക് 2 മണിക്ക് ഫുഡ് കഴിക്കാനുള്ള താല്പര്യം. അത് രോഗിയുടെ താല്പര്യമല്ല, എനിക്ക് അപ്പോഴേ സമയമുള്ളൂ. അപ്പം ഞാൻ 2 മണിക്ക് ആ കോൾ ചെയ്യുന്നുള്ളതെന്ന് വെച്ചു. ഇത് അല്പം ഓക്വേർഡ് എക്സാമ്പിളാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് പലയിടത്തും ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടാകാറുണ്ട്. 12 മണിക്ക് രോഗിക്കല്ല പ്രശ്നം, രോഗിയുടെ അമ്മ മോള് പറയുന്നു 2 മണിക്ക് ഫുഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. 2 മണി വരെ ഈ ഹോട്ട് പ്ലേറ്റ് ഈ സംഭവം ഓൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ ഈ ഫുഡ് 2 മണി വരെ പ്രിസർവ് ചെയ്ത് വെക്കണം? രോഗിക്ക് ശരി 2 മണിക്ക് കഴിച്ചാൽ എന്ന് മോള് പറയുന്നു. ആയിക്കോട്ടെ, അത് അവരുടെ ഇൻട്രസ്റ്റാണ്, സമ്മതിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷന് അതിനെ എതിർക്കാൻ പറ്റത്തില്ല. 12 മണിക്ക് തന്നെ കഴിച്ചേ പറ്റൂ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു കൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു. ഇതുപോലത്തെ പല ഇഷ്യൂസ് ഉണ്ട്. പല നിസാര ദേഹത്തേക്കുന്ന ക്രീമിൻ്റെ കാര്യം മുതൽ ഇന്ന ചികിത്സ കൊടുക്കേണ്ട, അമ്മ അവിടെ കിടന്ന് നരകിച്ച് അത്തോട്ടെ എന്ന് പറയുന്നിടത്ത് വരെ കൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാറുണ്ട്. അവിടെ എല്ലാം ഹോമിനെ അല്ലെങ്കിൽ കെയർ സെറ്റപ്പിനെ സംരക്ഷിക്കുന്ന അവരുടെ പോളിസീസാണ്. പിന്നെ ഈ റിസ്ക് അസസ്മെൻറ്റ് മുമ്പേ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും പോളിസികൾ എന്തിനാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടാക്കാൻ എഴുതപ്പെട്ടിരിക്കുന്നത്. റിസ്ക് അസസ്മെൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. റിസ്ക് അസസ്മെൻറ്റ് മൊത്തം ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസും കോൺസും ചെയ്തിട്ട് ഇത് നോ എന്നാണ് വരുന്നത്, ഈ ആക്ഷൻ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലല്ലേ, ഫീസിബിൾ അല്ലെന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആക്ഷൻ എടുക്കരുത്. ആരുടെയും സ്നേഹത്തിൻ്റെ പുറത്തും അവർ തരുന്ന ഗിഫ്റ്റിൻ്റെ പുറത്തും അവർ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന വില കൂടിയ ഫുഡിൻ്റെ പേരിലൊന്നും ഒരാൾക്കും വേണ്ടി വശംവദനായിട്ട് അവനവൻ്റെ പോളിസി, ഹോമിൻ്റെ പോളിസി അല്ലെങ്കിൽ അവനെ വർക്ക് ചെയ്യുന്ന കെയർ സേഫിൻ്റെ പോളിസി ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ്റെ കോഡ് ബ്രേക്ക് ചെയ്തിട്ട് ദയവ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കരുത്. കഥയൊക്കെ കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ പോകും, അവർക്ക് രക്ഷപ്പെടാൻ വേറെ 100 ന്യായങ്ങൾ കാണും, നിങ്ങൾ പെടും. പറഞ്ഞതേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.